ശേഖരേട്ടനോ? എന്റെ ഈ താവളം എങ്ങനെ കണ്ടുപിടിച്ചു? ഇടോ കശ്മല, ഞാനിന്ന് കോഴിക്കോട്ടുനിന്ന് തന്നെ അന്വേഷിച്ച് ഒറ്റപ്പാലത്തുള്ള തന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോ തന്റെ അച്ഛനും അമ്മയ്ക്കും വലിയ പരാതി, തന്നെ ഒന്ന് നന്നാക്കി എടുക്കണമെന്നും പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ എന്ത് പറഞ്ഞു? തന്നെ നന്നാക്കിയിട്ട് ഞാൻ ചീത്തയാകാനോ എന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് തന്റെ ഈ മാളം കണ്ടുപിടിക്കാൻ പെട്ട പാട്. ഞാനിവിടെ അജ്ഞാതവാസില എന്റെ ശേഖരേട്ടാ. ഈ നോവല് മുഴുമിച്ച് ഏതായാലും ഞാൻ മടങ്ങും. വാചാലമായ പ്രകൃതി കൊള്ളാം. പേര് പോലെ തന്നെ മനോഹരമായിരിക്കും ഓടോ തന്റെ സൃഷ്ടിയും. ശേഖരന് കഴിക്കാൻ എന്താ വേണ്ടത്? നേരത്തെ പറഞ്ഞാലും ഇവിടെ വല്ലതും കിട്ടൂ. തന്റെ ഒരു ഫോർമാലിറ്റി. ഞാൻ ഭക്ഷണം കഴിച്ചു. അല്ലേലും എന്റെ ഭക്ഷണക്കാരൻ തനിക്കറിയാലോ. എന്ത്? തുറന്നു നോക്ക്. തന്റെ ദുർഗുണങ്ങൾക്കുള്ള ഒരു പാരിതോഷികമാണ്. കൊള്ളാമല്ലോ ഇത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി സ്നേഹിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ ശേഖരേട്ടാ? വേറെ ആരും ഇല്ലല്ലോ കൊടുക്കാൻ. എത്ര കാലം പത്രം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എനിക്കാണെങ്കിൽ തീരെ വയ്യ. സത്യം പറയുന്നുകൊണ്ട് പുറമേ നിന്നുള്ള ഭീഷണികൾ വേറി. എന്റെ ശേഖരേട്ടാ, സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു മണ്ണിലെ ശാശ്വത സത്യം. കേട്ടിട്ടില്ലേ? ആ, വയലാറിനെ വിട്. വിശേഷാപ്രതിയിലേക്കുള്ള തന്റെ കവിത എവിടെ? അതേ ശേഖരേട്ടനെ പിടിച്ച് നേരത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ, എനിക്കൊന്ന് കുളിക്കണം. ഈ നേരത്തോ? അതിനൊരു കാരണമുണ്ട്. എന്നെ ഇന്നൊരുത്തൻ കെട്ടിപ്പിടിച്ചു. അതിന് കുളിക്കണോ? കെട്ടിപ്പിടിച്ചത് ആരാന്നറിയോ? സാക്ഷാൽ വെട്ടുകുഴി. എന്റെ അമ്മോ, എന്നാ കുളിക്കണം. വെറും കുളി പോരാ, എണ്ണയും സോപ്പും തേച്ചൊരു വിശാലമായ കുളി ആയിക്കോട്ടെ. Yes, proceed. Krishna Iyer, Vishwanath Iyer. Krishna Iyer, Vishwanath Iyer. Krishna Iyer, Vishwanath Iyer. Krishna Iyer, Vishwanath Iyer. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യമല്ല മറ്റൊന്നും ബോധിപ്പിക്കില്ല. സത്യമല്ല മറ്റൊന്നും ബോധിപ്പിക്കില്ല. ദൈവം സാക്ഷി. ദൈവം സാക്ഷി. ജലസേചന വകുപ്പിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു. മന്ത്രി സദാശിവൻ SO4/84 നമ്പർ പ്രകാരം കോൺട്രാക്ടർ AT വാർണിക്ക് കൊടുത്ത ഡാമിന്റെ കോൺട്രാക്റ്റിൽ അഴിമതി നടന്നു എന്ന് പറയുന്നത് വസ്തുക്കൾക്ക് നിരക്കാത്തതാണ്. അണക്കെട്ടിന്റെ പണിക്ക് വേണ്ടി തയ്യാറാക്കിയ 40 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഞാൻ നേരിട്ട് വിശദമായി പരിശോധിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ജോലിയുടെ അടിയന്തര സ്വഭാവം പരിഗണിച്ച് പൊതു ടെൻഡർ നൽകാതെ തെരഞ്ഞെടുക്കപ്പെട്ട കോൺട്രാക്ടർമാരുടെ ഒരു പാനൽ തയ്യാറാക്കി. അതിൽ ഏറ്റവും കുറഞ്ഞ ടെൻഡർ നൽകിയത് AT വാരുണ്ണിയായിരുന്നു, 70 കോടിക്ക്. AT വാരുണ്ണി ഈ തുകയ്ക്കുള്ള കോൺട്രാക്ട് എടുക്കാൻ അർഹനും യോഗ്യനുമാണെന്നത് കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ള രേഖകളിൽ നിന്ന് വ്യക്തമാണ്. അണക്കെട്ടിന്റെ ജോലിക്ക് ഞാൻ നേരിട്ട് കാലാകാലങ്ങളിൽ മേൽനോട്ടം വഹിച്ചിട്ടുള്ളതുമാണ്. ഈ സാഹചര്യത്തിൽ മന്ത്രി സദാശിവൻ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി നടത്തിയെന്ന് പറയുന്നത് സത്യത്തിന് നിരക്കാത്തതാണെന്ന് ഞാൻ ഈ കമ്മീഷൻ മുമ്പാകെ ബോധിപ്പിച്ചുകൊള്ളുന്നു. മിസ്റ്റർ വിശ്വനാഥ് അയ്യർ, AT വാരുണ്ണി ഇതിനു മുമ്പ് ചെയ്ത ഏറ്റവും കൂടിയ കോൺട്രാക്ട് എത്ര രൂപയുടെ ആണെന്ന് പറയാമോ? ഓർക്കുന്നില്ല സർ. ഇവിടെ ഹാജരാക്കിയിട്ടുള്ള ഏതെങ്കിലും രേഖയിൽ നിന്ന് അത് അറിയാൻ കഴിയുമോ? അത് ശ്രദ്ധിച്ചിട്ടില്ല. മിസ്റ്റർ വിശ്വനാഥ് അയ്യർ, വൺ മോർ ക്വസ്റ്റ്യൻ. അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അടിഭാഗത്ത് നിന്ന് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണതായ വാർത്ത വന്നിരുന്നല്ലോ, അതേക്കുറിച്ച് എന്ത് പറയുന്നു? ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ മന്ത്രിയും ഞാനും നേരിട്ട് പോയി അത് പരിശോധിച്ചതാണ്. ടേപ്പിന്റെ ഒരു ആവരണം മാത്രമേ പോയുള്ളൂ എന്നും തീരെ ആശങ്കയ്ക്ക് വഴിയില്ലെന്നും മന്ത്രി വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരുന്നു. ബാത്റൂമിന്റെ ഗ്ലേസ് ടൈൽസ് അടർന്നു പോയതുപോലെയേ ഇതുള്ളൂ എന്നല്ലേ? അതെ സർ. സദാശിവൻ അസംബ്ലി കഴിഞ്ഞപ്പോ വന്നു. ഇന്നലെ അസംബ്ലിയിലെ ഇന്നലത്തെ കല്ലേറൊക്കെ എങ്ങനെ ഇരുന്നു? തനിക്ക് വല്ലതും പറ്റിയോ? ഇന്നത്തെ പത്രങ്ങളൊന്നും കണ്ടില്ലേ? അവരുടെ പ്രധാന ഇരയിപ്പം ഞാനാ. എന്റെ ഓങ്ങല്ലൂർ സദാശിവ, ഇതുപോലെ 1000 എൻക്വയറി കമ്മീഷൻ വന്നാലും അത് നമുക്ക് ബുൾഡോസറിന് മുമ്പിൽ പാറ്റ വന്ന പോലെ ഉള്ളൂ. വെട്ടുകുഴി പറഞ്ഞ മാർഗത്തിലൂടെയാണ് ഞാൻ ഇന്ന് വരെ നീങ്ങിയത്. അങ്ങനെ വേണമല്ലോ. സദാശിവനെ മന്ത്രിയാക്കിയ ഞാനല്ലേ? ആ എന്ന് പറയാം. പറയാവുന്നല്ല, ഞാൻ തന്നെ ഈ വെട്ടുകുഴി.
കഴിഞ്ഞ 15 കൊല്ലമായി നമ്മുടെ പാർട്ടിയിൽ ആരും എന്റെ സഹായം ഇല്ലാതെ മന്ത്രി കസേര ഇരുന്നിട്ടില്ല. തറവാട് ഭാഗിച്ചു കിട്ടിയ സ്വത്തിന്റെ പകുതി പോലും എനിക്കിപ്പോ ഇല്ല. അതാ എനിക്ക് രാഷ്ട്രീയം കൊണ്ടുണ്ടായ നേട്ടം. ഞാൻ കൈക്കൂലി വാങ്ങിയെന്നാ പരാതി. എനിക്ക് ആ പണം തീക്കനലായിട്ടാ തോന്നിയത്. ഞാൻ കയ്യോടെ അത് നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു, പാർട്ടി ഫണ്ടിലേക്കെന്നും പറഞ്ഞു. വ്യക്തമായൊരു പോംവഴി കണ്ടില്ലെങ്കിൽ രക്ഷയില്ല. മുഖ്യമന്ത്രി നമ്മുടെ കൂടെ നിൽക്കില്ല. പക്ഷെ കൂടുതൽ പേടിക്കേണ്ടത് ആ കോൺട്രാക്ടർ ബാഹുലേനെയാ. തെളിവുകളെല്ലാം അയാളുടെ കയ്യിലാ. സദാശിവ, സൂര്യൻ കിഴക്ക് അസ്തമിച്ചു എന്ന് ചിലപ്പോ കേട്ടെന്ന് വരാം, എന്നാലും വെട്ടുകുഴി തോറ്റെന്ന് കേൾക്കില്ല. ബാഹുലേനെ ഞാൻ കൂട്ടിലടയ്ക്കും. ഞാൻ ആ കസ്റ്റംസ് ഓഫീസ് വരെ ഒന്ന് പോവുക. അച്ഛനൊന്ന് വിളിച്ചു പറയണം. എന്താ കാര്യം? ഹോസ്പിറ്റലിലേക്കുള്ള ചില എക്യുപ്മെന്റ്സ് ചേച്ചി അമേരിക്കയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാനാ. ഇതാണോ വലിയ കാര്യം? അത് ഞാൻ ആ കസ്റ്റംസ് കളക്ടറെ വിളിച്ച് പറഞ്ഞ് ശരിയാക്കാവുന്നേ. ഏതായാലും ഇങ്ങനൊരു ആവശ്യത്തിനെങ്കിലും ഡോക്ടറെ പടിയൊന്ന് കയറിയല്ലോ. പിന്നെ ഹോസ്പിറ്റൽ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? അതൊരു ബിസിനസ് ആക്കിയിട്ടില്ല. അവിടെയാ കുഴപ്പം, അച്ഛന്റെ മോന്റെ. അതുപോട്ടെ, തന്റെ അച്ഛനെ പോലെ മനഃശക്തി ഇല്ലാത്ത രാഷ്ട്രീയക്കാർക്ക് ഊർജം പകരാനുള്ള വല്ല ചികിത്സാ വിധിയുണ്ടോ? തമാശകളാ. എനിക്കിപ്പോ ആവശ്യം മരുന്നല്ല, ഈ ഊരാക്കുടുക്കിന്നൊന്ന് രക്ഷപ്പെടല. ഞാൻ ചീഫ് മിനിസ്റ്ററെ ഒന്നുകൂടെ കാണാം. ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി. മാമു, മാമു, ഈ പുസ്തകം ആരുടെയാ? തന്നോട് പാടാനല്ല പറഞ്ഞത്, ഈ പുസ്തകം ആരുടെയാന്നാ ചോദിച്ചത്. വരി കണ്ടിട്ട് മോയിൻകുട്ടി എഴുതാവാനാണ് സാധ്യത. അതാ ശബരി സാറിന്റെ. അറപ്പായി ഞാൻ മറന്നുപോയി. എന്താ ഇത്, റെഡി ആയില്ലേ? ദേ, നമ്മള് വരുമ്പോ ഈ മുറി താമസിച്ചിരുന്നത് ആ എഴുത്തുകാരൻ ശബരിയായിരുന്നു അത്രേ. ഓ, ശബരിയായിരുന്നു. ഇപ്പോഴത്തെ എഴുത്തുകാരിൽ അല്പം ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആളാ. വളരെ മനോഹര ചില കവിതകളൊക്കെ. നമസ്കാരം സാർ. ഓ, തോമസ് കുട്ടി. ഞാൻ സാറിനെ അന്വേഷിച്ച് നടന്ന് വലഞ്ഞു. എന്താ ഈ ആഴ്ച കൊലപാതക ഫീച്ചറും തെരഞ്ഞില്ലേ? സാറിനെ പോലുള്ളവർക്ക് ഞങ്ങളെ കുറിച്ചുള്ള ധാരണ ശരിയല്ല അല്ലേ തോമസ് കുട്ടി? പാവം ജനങ്ങളിൽ അക്രമവാസന വളർത്താനല്ലേ നിങ്ങളുടെ ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ സഹായിക്കൂ? ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ജനകീയം അല്ലേ? ആ സാറിന്റെ നന്മകളുടെ സൂര്യോദയം എന്ന പുസ്തകത്തിന് ഇനിയും വലിയ അവാർഡുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കേട്ടല്ലോ. അവാർഡുകളൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ എഴുതുന്നത് തോമസ് കുട്ടി. ഞാൻ ഇതിനു വേണ്ടി പലതും ഉപേക്ഷിച്ചവനാ. പക്ഷെ ഇതുവരെ കാര്യമായ എന്തെങ്കിലും എഴുതിയിരുന്നോ? എഴുതിയതൊക്കെ നല്ലതാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. അത് വെറുതെ. ഈ കാലഘട്ടത്തിലെ കവികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട യുവകവിയാണ് സാറ്. ആരംഗീകരിച്ചു? ഒരു വ്യക്തി ഏറ്റവും ആദ്യം അംഗീകരിക്കേണ്ടത് അയാള് തന്നെയാ. എന്തോ എനിക്കിതുവരെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ആ അതിരിക്കട്ടെ, സാഹിത്യ രംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മോഷണത്തെ കുറിച്ചുള്ള സാറിന്റെ അഭിപ്രായം എന്താ? സോറി, ഞാനിപ്പോ ഒരു ഇന്റർവ്യൂവിന് പറ്റിയ മൂഡിലല്ല തോമസ് കുട്ടി. ഈ റിപ്പോർട്ട് ആ ലാബിൽ കൊടുത്ത് ഒന്നുകൂടി കൺഫേം ചെയ്തു. യെസ് സാർ. ദിനേശ്, ആ ചേട്ടനാ, വരൂ. തനിക്കൊരു കോളും കൊണ്ട് വന്ന ഞാൻ. എന്താ? മധ്യരാജാവ് MC പടയത്തിന് അറിയോ? ഇല്ല. എൻ്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടാ. പുള്ളിക്കാരന് കുറച്ച് നാളായിട്ട് ശരീരത്തിന് നല്ല സുഖമില്ല. അപ്പോ ഒരു 2-3 മാസം ഇവിടെ കിടത്തിയത്. ആദ്യം രോഗിയെ ഒന്ന് പരിശോധിക്കട്ടെ, എന്നിട്ടല്ലേ തീരുമാനിക്കുന്നത് എത്ര മാസം കിടത്തണമെന്ന്. വല്ല ഹാർട്ടെന്നോ പ്രഷറെന്നോ ഒക്കെ പറഞ്ഞ് 1-2 ലക്ഷം രൂപ തട്ടുന്നേ. രോഗം കാര്യമായിട്ടൊന്നും കാണത്തില്ല, ഗ്യാസ് ട്രബിളാ. ഒരു ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയത്. ഗ്യാസ് ട്രബിളിന് ഹാർട്ട് ഓപ്പറേഷനോ? ആ എന്താ, ഗ്യാസ് പോകുന്ന അങ്ങോട്ട് പോട്ടറോ? തനിക്കെന്താ നഷ്ടം? ലോകത്തൊഴിടത്തില്ലാത്തൊരു സോക്കേണ്ട പേരും അങ്ങ് പറഞ്ഞേക്കണം. പിന്നെ തനിക്ക് കാശ് വേണ്ട വാങ്ങി ഇങ്ങേന്നേര്, എനിക്കല്ല പാർട്ടിക്ക്.
അപ്പായി മോളുടെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? അവൾ ഇംഗ്ലീഷ് പറയുന്നത് കേട്ട മലയാളം പോലെയാ. ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ, ഈ പെണ്ണുങ്ങളെ ജഡ്ജിയാക്കാൻ പറ്റില്ലേ? റപ്പായി നേരത്തെ എന്നോട് പറഞ്ഞ മോളൊരു സാഹിത്യരിയാക്കാൻ പോകുന്നില്ലേ? അത് അന്നല്ലേ. ഇപ്പൊ ജഡ്ജി സാറിനെ പോലെ ഇംഗ്ലീഷ് പറയുന്നോണ്ട് അവളെ ജഡ്ജിയാക്കാന്ന് വിചാരിക്കുക. ആ അത് പോട്ടെ. ഞാനെന്നാ തിരക്കിൽ ഇവിടുന്ന് പോയപ്പോ ഒരു നോട്ട് ബുക്ക് മറന്നു വെച്ചിരുന്നു. അതുവഴി ഉണ്ട്. കിട്ടിയോ? ആ പിന്നെ താങ്ക്സ്. ആ സാറ് വന്നല്ലോ. നമസ്കാരം സാർ. ഞാൻ ശബരിയല്ലേ? അതെ. കവിതകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. വരൂ. താങ്ക് യു. സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. കാറിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചേ. ഓ, എന്താ വിളിച്ചേ? ആ മാലതി, ശബരി നമ്മുടെ കുട്ടിശങ്കരന്റെ മോനാണത്രേ. ആഹാ, അച്ഛനെ കുറിച്ച് ഇവിടെ എപ്പോഴും പറയാറുണ്ട്. കവിത എഴുത്തല്ലാതെ മറ്റു വല്ല ജോലിയുണ്ടോ? ഉദ്യോഗങ്ങൾക്കെല്ലാം ഞാൻ മിസ്ഫിറ്റാ. ഇതുവരെ ഒന്നിലും ഉറച്ചു നിന്നില്ല. അച്ഛൻ എന്നെ എപ്പോഴും ചീത്ത പറയും. തലമുറകളായി സമ്പാദിച്ച കുറെ ഭൂസത്തുള്ളതുകൊണ്ടാ ഞാൻ ഈ കവിതയും കുറെ തലേതിഞ്ഞ ഫിലോസഫിയൊക്കെ ആയിട്ട് നടക്കുന്നതെന്ന്. അത് പിന്നെ ശരിയല്ലേ? IAS സെലക്ഷൻ കിട്ടിയിട്ടും അത് വേണ്ടെന്ന് വെക്കുന്നത് കുറച്ച് കടന്ന കയ്യാ. ഞാനൊരു എടുത്തുകേട്ടക്കാരനാന്നാ എല്ലാരും പറയുന്നത്. ഏതായാലും പുസ്തകങ്ങളിൽ കാണുന്ന ആ പക്വത, ഐ മീൻ ഒതുക്കം, അത് കാഴ്ചയിലില്ല. ടു യങ്. കുട്ടിശങ്കരനെ അന്ന് കണ്ടതാ. ശബരി ചോദിച്ചു നോക്കൂ, ആട്ടക്കളം കളിക്കാൻ കൂടിയിരുന്ന രാജശേഖരനെ ഓർമ്മയുണ്ടോന്ന്. എന്താ റപ്പായി? ദേവിമോക്ക് റപ്പായി വലിയ കാര്യമാണ്. ആ റപ്പായിക്ക് ഒരു അബദ്ധം പറ്റി. അതെ, എഴുതി തരണ പുസ്തകങ്ങളൊക്കെ വായനശാലയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന റപ്പായിയാ. ഒരു ദിവസം ചെമ്മീൻ എഴുതി തന്നു. ഞാൻ ചന്തയിൽ പോയി 2 കിലോ ചെമ്മീൻ വാങ്ങിക്കൊണ്ടു വന്നു. ഇവിടെ വന്നപ്പോഴറിയണേ അതൊരു പുസ്തകത്തിന്റെ പേരാന്ന്. ഇപ്പൊ കൊച്ചമ്മയും മോളും കൂടി അതും പറഞ്ഞെന്നെ കളിയാക്കുക.